വേൾഡിൽ കയറി നോക്കിയപ്പോഴാണ് എനിക്ക് ആ ഒരു നല്ല ഗുഡ് ന്യൂസ് കിട്ടിയത്. വേറൊന്നുമല്ല, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു ബ്രീഡർ ഫാം ഇവിടെ ഇട്ട് പണിഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഗുഡ് ന്യൂസ് എന്താണെന്ന് കേൾക്കണ്ടേ പിള്ളേരിൻ്റെ? ഈ വില്ലേജ് ഇനി വർക്കാവില്ല, അതായത് ഈ വില്ലേജ് ബ്രീഡർ ഇനി വർക്കാവില്ല. അതെന്താണെന്ന് വെച്ചാൽ മേ ബി ഈ വേർഷൻ്റെ പ്രശ്നം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമാണ് ഞാൻ ചെയ്ത ട്യൂട്ടോറിയൽ നോക്കി തന്നെ ഞാൻ ചെയ്തത്. എൻ്റെ ഒരു പ്രശ്നമാകാൻ ചാൻസ് ഇല്ല. എന്തായാലും ഈ ബ്രീഡർ ഫാം നോക്കിയിട്ടുണ്ട്. സോ എനിക്ക് വിഷമമൊന്നുമില്ല, കാരണം നമ്മൾ കഷ്ടപ്പെട്ട് പണിഞ്ഞൊന്നുമില്ല. ഇത് ജസ്റ്റ് കണ്ടാൽ മനസ്സിലൊട്ടുമില്ല. അപ്പോൾ ഇതിൽ റീപ്ലേസ് ചെയ്ത് അടുത്തുണ്ടാക്കാൻ എനിക്ക് വലിയ സമയമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, എൻ്റെ ലെറ്റ്സ് പ്ലേയുടെ ഫസ്റ്റത്തെ എപ്പിസോഡിൽ പറഞ്ഞാണ് ഈ വേൾഡ് ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഗ്രൈൻഡിങ് ആണ് ചെയ്യുന്നത്. അത് നമ്മൾ ഓഫ് ക്യാമറയിൽ നിന്ന് ചെയ്തോളാം. പറ്റുവാണെങ്കിൽ ഞാനത് റീപ്ലേ കാണിച്ചു തരാം. അപ്പോൾ ഇന്ന് എന്താണ് പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഉടനെ തന്നെ ബ്രീഡർ ഫാം പണിഞ്ഞതിന് ശേഷം അയൺ ഫാം ഉണ്ടാക്കുന്നതാണ് പറഞ്ഞത്. പക്ഷേ കണ്ടാൽ മനസ്സിലായി, ഇപ്പോൾ നിങ്ങൾക്ക് ബ്രീഡർ ഫാം വർക്ക് ആവാത്ത സ്ഥിതിക്ക് നമ്മൾ അയൺ ഫാം ഉണ്ടാക്കാതെ മൈനിങ്ങിന് പോകാൻ പോയത്. അതായത് മാക്സിമം നമ്മളൊരു കേവ് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. കാരണം കേവ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപകാരമായത്. നമ്മളെന്തായാലും ഇന്ന് മൈനിങ്ങിന് പോകും ഗൈസ്. അങ്ങനെ ഇന്ന് മൈനിങ്ങിന് പോയിട്ട് കുറച്ച് ഡീപ് സെറ്റും കാര്യങ്ങളും ഒപ്പിക്കണം. എന്നിട്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറ്റുവാണെങ്കിൽ ഒരു ബേസ് ഉണ്ടാകണം. സോ അതിനായിട്ടാണ്. പിന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ഡിസാസ്റ്റർ അസംബ്ലി ലോഞ്ച് ആയിട്ടുണ്ട്. ഞാൻ വീഡിയോസും കാര്യം ഇട്ടായിരുന്നു. സോ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ആൻഡ് നമ്മുടെ സർവർ കുഴപ്പമില്ലാണ്ട് പോകുന്നു, എല്ലാവരും ജോയിൻ ചെയ്യുക. സോ ഡിസാസ്റ്റർ അസംബ്ലി കേസ് നമുക്ക് ലെറ്റ്സ് പ്ലേയുടെ പണിയും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ഹോംസും കാര്യങ്ങളുണ്ട് കേസ് അതോടെ. അപ്പോൾ നമുക്ക് ഒരു മൈനിങ് ഏരിയ സെറ്റ് ചെയ്യണം. ഞാൻ എന്തായാലും അടുത്ത എപ്പിസോഡിൽ ബേസ് ഉണ്ടാക്കുവാണെങ്കിൽ ഇവിടെയൊക്കെ ആയിട്ടായിരിക്കും ബേസ് ഉണ്ടാക്കുന്നത്. ഞാൻ കുറച്ച് ഡേറ്റ ഒക്കെ വെച്ച് ഇവിടെ പ്ലെയിൻസ് ആക്കി ഇട്ട് ഇവിടെ ബേസ് ഉണ്ടാകും. അപ്പോൾ അവിടെ ബേസ് വരുമ്പോൾ എനിക്ക് ഓടി ഒന്ന് മൈൻ ചെയ്യുകയെന്ന് പറയുമ്പോൾ ഇവിടെ ആയിട്ടാണ് ഗൈസ്. അത് തന്നെ നമ്മൾ ഇവിടെയാണ് മൈനിങ് ഏരിയ സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ മൈനിങ് ഏരിയ സെറ്റ് ചെയ്യേണ്ട സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഷവൽ ഉണ്ടാക്കാം. ഗൈസ്, ഇവിടെ കുറച്ച് കുഴിങ്ങലുണ്ട്. സോ നമുക്കിതൊക്കെ ഒന്ന് അടച്ചൊക്കെ ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വീഴും. ഓക്കെ, നമ്മളങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓടി വന്ന് ഇവിടെ നിന്നൊരു 4 ബ്ലോക്ക് മൈൻ ചെയ്യണം. 4 ബ്ലോക്ക് ഇവിടെ വരണം. ഇത് എന്തിനാണ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മൈനിങ് ഏരിയ തോന്നാൻ. ഇനി തോന്നിയില്ലെങ്കിൽ നമുക്കിത് പൊട്ടിച്ച് പറ്റാം. ഗൈസ്, കറക്റ്റ് 8 ബ്ലോക്കിൽ ഒതുങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇത് സ്ട്രിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സുഖം ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ഇവിടെ 2.5 മണി സ്ട്രിപ്പ് ചെയ്ത് വയ്ക്കാം. എന്നിട്ട് രണ്ടിടത്തും ടോർച്ചും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വയ്ക്കാം. കുഴപ്പമില്ല. ഇനി വേണേൽ നമുക്ക് അവിടെ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം എന്തെങ്കിലും ആയിട്ട്. ഇനി നമുക്ക് മൈനിങ് ഏരിയ സെറ്റ് ചെയ്യാം. നമുക്ക് പറ്റുമെങ്കിൽ മാക്സിമം നമ്മൾ അയണാണ് സെറ്റ് ചെയ്യുക. എന്നിട്ട് അയൺ പിക്കാക്സ് ഉണ്ടാക്കണം. എന്നിട്ട് അയൺ പിക്കാക്സ് ഉണ്ടാക്കിയിട്ട് കുറച്ച് ഡീപ്പ് സെറ്റ് കാര്യങ്ങളും മൈൻ ചെയ്യണം. സോ അതിനായിട്ട് നമുക്ക് അത് പറഞ്ഞപ്പോഴാണ് നമുക്ക് എന്തായാലും സ്മെൽറ്റ് ചെയ്യണം. സോ ക്രാഫ്റ്റിംഗ് ടേബിളും ഫർണസും ഇവിടെ വെച്ചേനോ ഉണ്ടാക്കാം. ഇനി അവിടെ വെച്ച് കിട്ടിയില്ലെങ്കിൽ തിരിച്ചു വരാൻ ഭയങ്കര പാടാണ്. കേസ് ഉണ്ട്, കേസ് എൻ്റെ ഉണ്ട്. അപ്പോൾ ആവശ്യമില്ല, നമ്മുടെ കോബിൾ സ്റ്റോണും എല്ലാം ഉണ്ട്, അതുകൊണ്ട് ശരിയില്ല. ഇതിൻ്റെ ആവശ്യമില്ല ഇവിടെ. കേസ് പിന്നെയും. അപ്പോൾ ഗൈസ്, ഞാൻ എന്നാൽ മൈൻ ചെയ്തിട്ട് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നിങ്ങളെ അപ്ഡേറ്റിംഗ് കാര്യം ചെയ്യാം. ഗൈസ്, ഞാൻ ഒരുപാട് നേരം മൈൻ ചെയ്തു. നിങ്ങളെന്നെ വൈ ലെവൽ കണ്ടാൽ ദൂരം വന്നു. ഇന്ന് നമ്മൾ വൈ ലെവൽ 41 വരെ വന്നു. എൻ്റെ ഒരു പിക്കാക്സ് പൊട്ടി. സോ ഞാൻ മേളിൽ പോയിട്ട് ഒരു 3 പിക്കാക്സ് ഉണ്ടാക്കി. അതിൽ രണ്ടാമത്തെ പിക്കാക്സും പൊട്ടാറ്. എങ്ങനെ നമ്മൾ ഗ്രാവലും മൈൻ ചെയ്തപ്പോൾ എനിക്കൊരു കേവ് ആണെന്നാണ് വിശ്വസിക്കുന്നത്. ഇതൊരു കേവ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയനെ. എന്താ അത് കോപ്പറാ? അയൺ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് വളരെ ഉപകാരമാണ്. എനിക്കൊരു 3 അയൺ കിട്ടുമായിരുന്നെങ്കിൽ കുറച്ച് ഉപകാരം അതിന്. പക്ഷെ ഇവർ തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കവിടെ ചുറ്റും നോക്കാം. ഇവിടെ ഇല്ല. ഇനി അവിടെ ഉണ്ടോ നോക്കണം. ഇതുണ്ടാക്കിയിട്ട് നമുക്കിവിടെ വയ്ക്കണം. ഇവിടെ സ്പോണും കാര്യങ്ങളൊക്കെ ആവും. സോ ഇനി ഇവിടെ സ്പോണാവാൻ പാടില്ല. അതിനായിട്ടാണ് എനിക്ക് തോന്നണത്. ഇത് റെവ്യൂം പോലെയാണ് ഈ പോണത്. ലൈക്ക് റെവ്യൂം പോലെ.
എടാ ഇതെന്താ ഇതിൻ്റെ ബേസിലിരിക്കുന്ന കേവായിട്ട് ഇത് കണക്റ്റഡ് ആണെന്നാണ് ഈ തോന്നണേ. നിങ്ങളത് കണ്ട അത് ആകാശമല്ലേ? അത് ആകാശമാണ്. മിക്കവാറും ഞാൻ ചാവാൻ ചാൻസ് ഉണ്ട്. ഷീൽഡ് ഇല്ല, കാരണം ഇതുവരെ ഒരു അയൺ പോലും കിട്ടി. ഓ ഗൈസ് അയൺ കിട്ടി ഗൈസ്. ഇതുവരെ ഒരു അയൺ പോലും കിട്ടിയില്ല എന്ന് പറയാൻ വരുമായിരുന്നു. അപ്പോഴേക്കും ഒരു അയൺ കിട്ടി. ഒരു 4 എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ 4 ഉണ്ട്. 4 എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പിക്കാക്സ് ഉണ്ടാക്കണം, പിന്നെ ഒരു ഷീൽഡും ഉണ്ടാക്കണം. ഇത് 4 എണ്ണത്തിൽ കൂടുതലുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. ഇത് 4 എണ്ണത്തിൽ കൂടുതലുണ്ട്. അങ്ങനെ ആ പിക്കാക്സും പൊട്ടി. ഇവിടുത്തെ അയൺ നമ്മളിപ്പോൾ ടോട്ടലി 8 എണ്ണം ഉണ്ട്. 8 എണ്ണം അത്യാവശ്യം കുഴപ്പമില്ല. നമുക്കിപ്പോൾ ആർമറില്ല കേസ് വേണ്ടത്. നമുക്കിപ്പോൾ വേണ്ടത് പിക്കാക്സും അതുപോലെ അടുത്തത് പിക്കാക്സും അതുപോലെ പറ്റുവാണെങ്കിൽ ബക്കറ്റും കൂടി ഒന്ന് ക്രാഫ്റ്റ് ചെയ്യണം കേസ്. നമുക്ക് ഫാർമൊക്കെ ചെയ്യണമെങ്കിൽ ബക്കറ്റ് വേണം. സോ പറ്റുവാണെങ്കിൽ ബക്കറ്റും കൂടി സെറ്റ് ചെയ്യണം. അതിൻ്റെ ഇവിടുത്തെ വേറെ അയൺ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ ഫുൾ അയൺ ആർമർ ആവുന്ന തോന്നണം ചിലപ്പോൾ കേട്ടാ. ഇവിടെ കുറച്ചധികം ഉണ്ടല്ലോ. നമ്മളതും കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഡെഡിൻ്റെ ആണ്, അങ്ങോട്ട് ഇനി പോയിട്ടൊന്നും കാര്യമില്ല. സോ ഇനി നമുക്ക് പതുക്കെ നേരെ പോകാം. ഇനി എവിടെയെങ്കിലും അതിനുണ്ടോയെന്ന് നമുക്ക് പോകാൻ വഴിക്കുന്ന നോക്കണം ഗൈസ്. നമ്മൾ ഇങ്ങോട്ട് വന്നില്ല അല്ലേ? ഇവിടെയും കൂടി ഒന്ന് ഇറങ്ങിയേക്കാം. ഇതെന്താ ഗുണാക്കിയവാ? ഡീപ് സ്ലെറ്റ് എത്തിയിട്ടാ. ഓക്കെ, ഡീപ് സ്ലെറ്റിങ് കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് മൈൻഡ് ചെയ്യണം, എന്നിട്ട് പോകണം. ഓക്കെ. അയ്യോ ഇതെന്താണ്? ഇത് വലിയ കേവ്. ഇത് ഓരോരോ കേവ് കണക്റ്റഡായി എടുത്തുന്നത് പുതിയ കേവിലോട്ടാണ്. സോ ഇവിടെ ഇനി മോബ്സും കാര്യങ്ങളും കാണാൻ ചാൻസ് ഉണ്ട്. ഞാനപ്പോൾ ഇവിടെ വെച്ച് തന്നെ ഒന്ന് ഷീൽഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. ഇല്ലെങ്കിൽ സ്കെൽട്ടൺസോ ക്രീപ്പറോ ആരെങ്കിലും കണ്ടെങ്കിൽ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ്. ഇതിവിടെ സ്മെൽറ്റ് ആവട്ടെ. നമുക്കപ്പോൾ തൊട്ടടുത്ത് വല്ല അയണുണ്ടോ എന്ന് നോക്കണം. ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? ഞാൻ ശരിക്കും വിചാരിച്ച് ഇന്നത്തെ എപ്പിസോഡ് ബേസ് ഉണ്ടാക്കാമെന്നാ. പിന്നെയാണ് വിചാരിച്ചത് ബേസിൽ നമുക്ക് ഡീപ് സ്ലേറ്റ് വേണം. സോ ഡീപ് സ്ലേറ്റും എല്ലാം കൂടി ഒരു ഒറ്റ എപ്പിസോഡിൽ സെറ്റ് ചെയ്യാമെന്ന്. അതാരാത്? ക്രീപ്പറല്ലേ? ക്രീപ്പർ കുട്ട മിക്കവാറും ഇപ്പം ഇങ്ങോട്ട് വരും. നമുക്കിവിടെ ബ്ലോക്ക് വയ്ക്കാം. ഓക്കെ, നമ്മുടെ വേൾഡിലത്തെ ഫസ്റ്റത്തെ അയണാണ് ഈ ഇത്. അതുകൊണ്ട് എനിക്ക് ഇപ്പോഴാണ് അച്ചീവ്മെൻറ്റും കാര്യങ്ങളും വരുന്നത്. ഈ ഷീൽഡും കാര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. യെസ്, നമ്മൾ ഷീൽഡ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് വേണ്ടത് ഒരു പിക്കാക്സാണ്, ഒരു അയൺ പിക്കാക്സ്. സോ അതിനായിട്ട് നമുക്ക് കുറച്ച് സ്റ്റിക്ക് ആവശ്യമുണ്ട്. എവിടെയാണ് എൻ്റെ പിക്കാക്സ്? ഓക്കെ, ഞാനൊരു പിക്കാക്സും കാര്യങ്ങളുടെ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. ഇനി നമുക്ക് ഒരു ബക്കറ്റ് ഉണ്ടാക്കണം. അത് നമുക്ക് ബേസിൽ പോയിട്ട് ഉണ്ടാക്കാം. ഇപ്പോൾ ഉണ്ടാക്കിയിട്ട് എന്താണ് ചെയ്യാനാണ്? ഇനി നമുക്ക് പതുക്കെ ക്രീപ്പറിനെ പോയി കൊല്ലണം. അപ്പോൾ ഇന്നത്തെ തമിഴിലെ ക്രീപ്പറായിരിക്കും ഗൈസ് മെയിനായിട്ട് വരുന്നത്. എടാ ക്രീപ്പറേ വാടാ മണി ഇങ്ങോട്ട്. മണി അവനി എന്നാ പിടിച്ചു. ഓക്കെ, നമ്മളങ്ങനെ ഇപ്പോഴാണ് ഗൈസ് നമ്മൾ ഒരു മോൺസ്റ്ററിനെ കൊല്ലണത്. നമുക്കിത് എത്രാമത്തെ എപ്പിസോഡ്? 3ാമത്തെ എപ്പിസോഡ് കണ്ടുപോയി. ഇപ്പോഴാണ് നമ്മളൊരു ഒരു മോൺസ്റ്ററിനെ കൊല്ലുന്നത്. ഞാനങ്ങനെ ഫൈറ്റൊന്നും ചെയ്യാറില്ല, അതുകൊണ്ടാണ്. ഇവിടെ വല്ല അയണം കാണും. ലാപ്പിസ് കിട്ടി. സോ ഇനി അധികം വൈകിക്കണ്ട. കണ്ണി കാണുന്നില്ല, നമുക്കിപ്പോൾ തന്നെ എടുക്കാം. പക്ഷെ ഡയമണ്ടൊന്നും കിട്ടുമോയെന്ന് അറിയത്തില്ല ഗൈസ്. ഡയമണ്ടൊക്കെ ഭയങ്കര റെയർ. ഇനി നമ്മൾ താഴത്തോട്ട് പോകണം. ഗോൾഡും കൂടി എടുക്കാം ഗൈസ്. എന്തിനാ ഇത് മാത്രം ഒറ്റയ്ക്ക് വെക്കുന്നേ?
എന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് ഇവിടെയും കൂടി ഒന്ന് തിരയാം. അപ്പോൾ നമുക്കിനി ഇവിടെ കാണുന്ന ഈ ഡീപ് സ്ലേറ്റും കാര്യങ്ങളും മൈൻഡ് ചെയ്യണം ഗൈസ്. അയ്യോ പിക്കാക്സ് മാറിപ്പോയി. ഇനി ഞാൻ കുറച്ച് ഡീപ് സ്ലേറ്റും കാര്യങ്ങളും മൈൻഡ് ചെയ്തിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. ഗൈസ് നമ്മൾ ഒന്ന് മൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഞാനിവിടുത്തെ അപ്പം അതേ കണ്ട കാഴ്ചയാണിത്. ഞാൻ എന്താ ചെയ്യുക ഗൈസ്, എനിക്ക് ഒടുക്കത്തിൽ ലക്കായി പോയില്ലേ. പിന്നല്ല നമ്മുടെ വീട്ടിലത്തെ ഫസ്റ്റത്തെ ഡയമണ്ട് എൻ്റെ കൈകളിലോട്ട് വരാൻ ഇനി അധികം നാളില്ലാതെ ഞാൻ ആലോചിക്കുമായിരുന്നു. 1 2 ഓക്കെ ഗൈസ്, നമ്മളെങ്ങനെ ഡയമണ്ടും കാര്യങ്ങളും അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതെ അവിടെ ഇടത്ത് ഒളിച്ചിരിക്കണ്ടായിരുന്നല്ലേ. എനിക്കിപ്പോൾ ഡീപ് സ്ലേറ്റ് ഇത്ര നേരം മൈൻഡ് ചെയ്ത് കൈ കിട്ടിയില്ല. കിട്ടി. നമുക്കിനി ഡീപ് സ്ലേറ്റ് മാത്രമല്ല ഈ ടഫ് ബ്ലോക്കും കൂടി കുറച്ച് മൈൻഡ് ചെയ്യണം. ഇതും ഡെക്കറേഷനായിട്ട് നമുക്ക് കൂട്ടാനുള്ളതാണ്. ഞാനിപ്പോൾ എന്തായാലും ഒരുപാട് അയൺ പിക്കാക്സും പൊട്ടാറായി. ഇത്രയും കാര്യങ്ങൾ മൈൻഡ് ചെയ്തത്. ഇനിയിപ്പോൾ അയൺ പിക്കാക്സ് പൊട്ടണതിന് മുമ്പ് ഞാൻ വീട്ടിൽ പോവാണ് ഗൈസ്. ഇനിയാണ് അടുത്ത ടാസ്ക്. മാക്സിമം ഈ വീട് കണ്ടുപിടിക്കണം എവിടെയാണ്. ഞാൻ വീടെത്തിയിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഒരുപാട് സമയം എടുക്കും ഗൈസ്. ഞാൻ വന്ന് അത് അവിടെ നിന്നാട്ടാ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ കേവിലോട്ട് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അത് ആകാശമെന്ന്, ആ വഴിയാണ് ഞാൻ വന്നത്. ഞാൻ വന്ന വഴിയല്ല വന്നത്. അങ്ങനെ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇതാണ്ട് ഒരു വില്ലേജ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ നേരത്തെ വില്ലേജാണ്. പക്ഷെ ഇത് നേരത്തെ വില്ലേജിൽ ബ്ലാക്ക് സ്മിത്ത് ഉണ്ടായിരുന്നാ? ഇല്ല. അത് മാത്രമല്ല തൊട്ടടുത്ത റൂയിൻ്റെ പോർട്ടലും. ഇതെന്ത് സംഭവിക്കുന്നു ഇവിടെ? എനിക്കറിയത്തില്ല കേട്ടാ. ഇത് എൻ്റെ ബേസിൻ്റെ അടുത്ത് തന്നെയാണ് ഇത് സംഭവം. മാത്രമല്ല എൻ്റെ വില്ലേജ് എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ കെട്ടിക്കിടക്കുന്ന ഒരു ഐലൻഡ് പോലെയൊന്നും അല്ല. എൻ്റെ വില്ലേജ് എന്ന് പറയുമ്പോൾ ഒരു നോർമൽ വില്ലേജാണ്. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ വെള്ളത്തിലാണ്. ഇതെന്താ സംഭവം എനിക്കൊന്നും മനസ്സിലായി കിളി പറഞ്ഞിരിക്കുക. എനിക്ക് തോന്നണ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ബേസ് ഉണ്ട്. അപ്പോൾ ആ ബേസിൻ്റെ അടുത്ത് അത് ചുരുക്കം പറഞ്ഞ 2 വില്ലേജ് കണ്ടാ. ഏതാ ഗൈസ് എൻ്റെ ലക്ക് അടിക്കുന്നു. കിളി പറഞ്ഞിരിക്കുക ഞാനിവിടെ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ റെക്കോർഡ് ചെയ്യണത്. നിങ്ങൾക്ക് അറിയത്തില്ല. എന്തില്ല കേട്ട് ഗൈസ്, നമുക്കിപ്പോൾ തൽക്കാലം കുറച്ച് ഇവിടെ നിന്ന് കിട്ടുന്ന ലൂട്ട് എടുത്തിട്ട് നമുക്ക് നമ്മുടെ ബേസ് തപ്പണം. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, നമ്മുടെ ബേസ് ഇവിടെ അടുത്തുണ്ട്. പക്ഷേ കുറച്ച് നമ്മൾ നേരം കണ്ടുപിടിക്കേണ്ട വരും. സോ തൽക്കാലം ഇന്നത്തെ രാത്രി നമുക്ക് ഇവിടെ സ്പെൻഡ് ചെയ്യാം. ഇവിടെ അതിലുണ്ടോ? മാറിക്കോ വെച്ചാൽ മക്കളെ, ഞാൻ കിടക്കട്ടെ. അയ്യോ ചെസ്റ്റിൽ എന്താണ്? കിട്ടി അയൺ സോഡും അതുപോലെ തന്നെ നമുക്ക് ചെസ്റ്റ് പ്ലേറ്റും കിട്ടിയിട്ടുണ്ട്. നൈസ്, അത് തന്നെ നൈസ്. സോ നമുക്കിനി ആ റൂയിൻ്റെ ബോട്ടിലും കൂടി ഒന്ന് കൂട്ടിയിട്ട് ചുറ്റി നമുക്ക് കണ്ടുപിടിക്കണം ഗൈസ്. കുറച്ച് കഷ്ടപ്പാടാണ്. ഇതെന്താ? ഓഫ് കോഴ്സ് വാനിഷിങ്. കുറച്ച് ഒബ്സീഡിയം കിട്ടിയിട്ടുണ്ട്. ഒബ്സീഡിയം നമുക്ക് ആവശ്യം വരും. പിന്നെ ഒരു ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ എടുത്തേക്കാം. ഓക്കെ, ഇനി നമുക്കത് എടുക്കണം. നമ്മുടെ കയ്യിൽ പിക്കാക്സ് ഉണ്ട്. സോ കുഴപ്പമില്ല. അയ്യോ എനിക്ക് അപ്പോഴേ തോന്നിയതാണ്. അല്ലെങ്കിൽ ഗോൾഡിൻ്റെ കൈ കിട്ടാനായിട്ട് എന്തായാലും മണ്ടത്തരത്തിൻ്റെ അങ്ങേ എത്തുന്ന വെച്ചാൽ ഇതാണ് ഗൈസ്. എൻ്റെ ലോഞ്ചർ ക്രാഷ് ആവുകയാണെങ്കിൽ ക്രാഷ് ആവട്ടെ, എനിക്ക് വേറെ വഴിയില്ല. അതുകൊണ്ട് ഞാൻ അത് കുറച്ചുകൂടെ കൂട്ടിടാൻ പോവാണ് ഗൈസ്. 15 ഇടാൻ പോവാ. അയ്യോ എൻ്റെ മുന്നേ ഇപ്പോൾ കത്തിയതാണ് വിചാരിച്ചു. എൻ്റെ കണ്ണടിച്ചു പോയി. വലിയ വ്യത്യാസമൊന്നുമില്ല, 10ഉം 15ഉം. ലാഗിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. ഇല്ല, ഇതൊന്നും കാണാനില്ല. ഇതൊന്നും നടപടിയാവൂല. എൻ്റെ ബേസ് പോയി നട്ടോ. യെസ് ഫൈനലി അതെൻ്റെ തന്നെയല്ലേ. എൻ്റെ തന്നെയാണ്. കുറച്ച് നാളായിട്ട് ഭക്ഷണം പോലും കഴിക്കാണ്ട് ഞാനിവിടെ ചുറ്റി നടക്കുമായിരുന്നു. അവസാനം ക്ലച്ചിൽ നിർത്തിയാലെന്നാണ് ഞാൻ ഓവർ തിങ്ക് ചെയ്ത് പറഞ്ഞു. പക്ഷെ നിങ്ങൾക്കറിയാലോ എന്നെ എത്രാമത്തെ എപ്പിസോഡാണ്. അതുകൊണ്ട് മാത്രം എന്തോ പോലെ പോയി ഒട്ടും പറ്റണില്ല.
അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ഗൈസ്, അവിടെ ആയിട്ടാണ് നമ്മുടെ വില്ലേജും ആ റൂമിൻ്റെ ബോട്ടിലൊക്കെ വരുന്നത്. അയ്യോ, ഞാനാണെങ്കിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ വില്ലേജ് മറന്ന് വിചാരിച്ച് ഞാൻ കോർഡിനേറ്റ്സ് എല്ലാം ഓണാക്കി അവസാനം അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അവസാനം എങ്ങോട്ടൊക്കെയോ പോയി അവസാനം കണ്ടുപിടിച്ചു. ലിറ്ററലി ഞാൻ ശരിക്കും മടുത്തു. ഞാൻ ശരിക്കും ഉണ്ടായിട്ട് എൻ്റെ മൗസ് എൻ്റെ കീബോർഡ് തന്നെ ഇപ്പോൾ പ്രാഗണ്ടായിരിക്കും. എൻ്റെ ഒരാൾക്ക് ഇത് റെസ്റ്റ് ഇല്ലാണ്ടാണ് ഞാൻ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഫുഡ് പോലും കഴിക്കാണ്ട് അരമണിക്കൂർ കൂടുതലായി ഗൈസ്. ഓ, അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെന്തായാലും ഞാൻ അടുത്ത എപ്പിസോഡിൽ ഫുൾ അയണാർമാറാവാം. ഇപ്പോൾ നമുക്ക് അയണാർമാറാൻ പറ്റും, പക്ഷെ നമ്മളാകുന്നില്ല. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ഗോൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡിൽ അയണാർമറാകണം. ആൻഡ് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് കൊണ്ടുവന്ന ഐറ്റംസ് എല്ലാം ഇവിടെ ചെസ്റ്റ് ചെയ്യാം. ഗൈസ് അടുത്ത എപ്പിസോഡിൽ ഞാൻ ടാറ്റ ബൈ ബൈ.